അത് കഴിഞ്ഞ അലിഫിന് ഹംസ എന്താ വായിക്കാറ്? ഇനി അറിവ് പറഞ്ഞ എല്ലാവരും അവിടെ എന്താ പറഞ്ഞ ഇനി ഇങ്ങനെ ഒരു സ്ഥാനം കാണാം അവിടെ ഇല്ല. പക്ഷേ ഈ ജ്ഞാന നീട്ടാൻ ഇങ്ങനെ കൊടുത്തിരിക്കണത് അല്ലേ? അങ്ങനെ കൊടുത്ത് എന്തിനാ കൊടുത്തത്? ഈ ലാനം നീട്ടാൻ കൊടുത്താണ് അല്ലേ? ഈ പക്ഷെ ഖുർആനില് ഒരു ചെറിയൊരു കുട്ടി അലിഫിനെയും കൂടെ ഇങ്ങനെ അവിടെ കാണാം. അല്ല ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അപ്പൊ എങ്ങനെ അവിടെ ഓതും? ഇനി ഇവിടുത്തെ ഫമൻസ മുതൽ ഇവിടെ വരെ ഓദിക്കണ്ടല്ലോ. ഇതെന്ത് ചെയ്യണേ? ഇവിടെ എന്ത് ചെയ്യണേ? ഒന്നുകൂടെ ഒന്നുകൂടെ ഇപ്പഴെന്തായി? ഒന്നുകൂടെ ബാക്കി സ്ഥലത്തുണ്ട് റബ്ബി കുറച്ച് കനത്തിൽ പറയണ്ട. റബ്ബി ഒന്നുകൂടെ പറഞ്ഞറിയും റബ്ബി. ഇനി അതിന് ഒരു ഹാമിനെ കൂടെ കൊടുത്തോടെ എന്തായി? റബ്ബി. ഇനി ഇങ്ങനെ സ്ഥാനം അവിടെ കാണാം. അതിനെ കൊടുത്താൽ അറിയോ? അങ്ങനെ ഹീ എന്നില്ല. ഹീനെ കുറച്ച് അധികമാണോ? കുറച്ച് ഹീ അങ്ങനെ കുറച്ച്. ഇനി എന്നാലും ഇവിടെ മുതൽ ഇവിടം വരെ ഓദിക്കലും പമൻ മുതൽ ഇവിടം വരെ കിട്ടണം. ഇവിടെ ഏറ്റവും കൂടുതൽ നീട്ടേണ്ട സാധനം എന്തേ ഉള്ളൂ? ഷാന മാത്രമേ ഉള്ളൂ നീട്ടാൻ. വേറെ ഒന്നിനെയും കൂടുതൽ നീട്ടണ്ട. ഞാനൊന്ന് ഒന്ന് കേട്ടോളൂ. ഒന്ന് കേട്ടോളൂ. എന്തായാലും ഇലയും ഹീയും ഒരേപോലെ നീട്ടാൻ പാടില്ല. അതേപോലെ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെ കുറച്ച് നീട്ടിയില്ലതാ. അതേപോലെ ഹീ, അതേപോലെ തന്നെ ഇല. ഇവിടെ അധികം ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അധികം നീട്ടാൻ പാടില്ല. എല്ലാവരും ഹക്കോ എന്ന് പറയുന്നത് ഞാൻ പറയാം. ഹക്കോ എന്ന് പറയണോ? ഇവിടെ നമ്മൾ എഴുതുമ്പോ ഹക്കോ എന്നുണ്ടാകുക. നമ്മളിവിടെ എന്താ പറയാ? എന്താണ് കൊടുക്കേണ്ടത്? സുക്കൂന്. സുക്കൂനിട്ട് വായിക്കണം. നമ്മൾ ഖുർആനിൽ ലമ്മത്തുണ്ടാകുക. നമ്മളവിടെ എങ്ങനെ പറയണം? ഒന്നുകൂടെ ധാരിക്കാം. ഇലാ റബ്ബിഹി. ഇനി ഖുർആൻ ഇങ്ങനെ ഒരു മീമിനെ ഉണ്ടാകും. മീമിനെ വാല് ചെറിയൊരു നീളം ഇങ്ങനെ ഉണ്ട് അല്ലേ?
വാലിന്റെ മുകളിൽ ഒരു ഹംസനെയും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്തായി അല്ലേ? ഈ ആന നീട്ടാൻ ഇവിടെ ഇതിനോട് ചേർന്ന് ഇങ്ങനെ അരിപ്പിനെയും കൊടുത്തു. അപ്പോഴാ എന്താ വയ്ക്ക എന്താ വയ്ക്കത് ഇനി തെന്മീൻ പത്തതിന്റെ മുകളിൽ ഇവിടെ നിർത്തുകയാണ് അല്ലേ? ഇവിടെ നിർത്തുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ബാൻ എങ്ങനെ പറയാം? ഇനി ഇവിടെ മുതല് ഇവിടെ കൊടുത്ത് നിർത്തണം. നോക്കി നോക്കി ശ്രദ്ധിച്ചോളി. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ശ്രദ്ധിച്ച് ഖുർആനിൽ വിരൽ വെച്ച് നോക്കി. എല്ലാവരും ഇനി ഖുർആനിൽ വിരൽ വെച്ച് നോക്കി. നിങ്ങളെ ഖുർആനിൽ വിരൽ വെച്ച് നോക്കി. ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا. ഒന്നൂടെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒന്നൂടെ ഖുർആനിൽ വിരൽ വെച്ച് നോക്ക്. അതിന് വിരൽ നോക്കി. അതിന് വിരൽ നോക്ക്. ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا. ഒതുക്കി കഥ പറയാ. ذلك اليوم الحق فمن شاء ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا. ذلك اليوم الحق فمن شاء اتخذ إلى ربه